ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒന്ന് രണ്ട് ചിത്രങ്ങളുടെ അപ്ഡേറ്റ്സുകളാണ്. അതിൽ ആദ്യത്തേത് ഹാർട്ടിക് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം ലാലേട്ടൻ നായകനായിട്ട് എത്തുന്ന ഹൃദയപൂർവം എന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റ്സ് ആണ്. സത്യനന്ദിക്കാട് ലാലേട്ടൻ കോംബോയിൽ എത്തുന്ന ഈ ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായി എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഹൃദയപൂർവ്വത്തിന്റെ ചിത്രീകരണം പൂർത്തിയായതിന്റെ പാക്കപ്പ് പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ മാളവിക മോഹനാണ് നായികയായിട്ട് എത്തുന്നത്. സംവിധായകനായിട്ടുള്ള സത്യനന്ദിക്കാട് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ബന്ധങ്ങളുടെ കഥ പറയുന്ന വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു ചിത്രമായിരിക്കും ഹൃദയപൂർവ്വം എന്നാണ്. ലാലേട്ടനും മാളവിക മോഹനും പുറമെ ലാലു അലക്സ്, അതുപോലെ സംഗീത് പ്രതാപ്, സംഗീത, സിദ്ദിഖ്, ബാബുരാജ്, സബിത ആനന്ദ് എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളിൽ എത്തുന്ന ചിത്രമാണ് ഹൃദയപൂർവ്വം. നർമ്മവും ഇമോഷനും ഒക്കെ ചേർന്ന ഒരു ഫീൽ ഗുഡ് മൂവി ആയിരിക്കും ഹൃദയപൂർവ്വം എന്ന് നമുക്ക് വിശ്വസിക്കാം. അഖിൽ സത്യന്റെ കഥയ്ക്ക് TP സോനു ആണ് തിരക്കഥ രചിച്ചിരിക്കുന്നത്. പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് ലാലേട്ടൻ ഹൃദയപൂർവ്വം എന്ന ഈ ചിത്രത്തിലൂടെ ഹാർട്ടിക് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് അടിക്കുമോ എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ലാലേട്ടൻ സിനിമകൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് 200 കോടി ക്ലബിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഗണത്തിലേക്ക് ഹൃദയപൂർവ്വം എന്ന ഈ ചിത്രവും എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ. എന്തായാലും ഓഗസ്റ്റ് 28, 2025 ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. ഓണം റിലീസായിട്ട് എത്തുന്ന ഈ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുകൾ നമുക്ക് വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. അടുത്തായി നമ്മൾ നോക്കുന്നത് ഉലകനായകൻ കമലഹാസൻ നായകനായിട്ട് എത്തുന്ന തഗ് ലൈഫ് എന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റ്സ് ആണ്. 37 വർഷങ്ങൾക്ക് ശേഷമാണ് കമലഹാസനും മണിരത്നവും ഒന്നിക്കുന്ന ഒരു ചിത്രം എത്തുന്നത്. ചിത്രത്തിനെ കുറിച്ചുള്ള ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ചിത്രത്തിന്റെ സെൻസറിംഗ് കഴിഞ്ഞു എന്നുള്ളതും UA സർട്ടിഫിക്കറ്റ് നേടിയ ചിത്രത്തിന്റെ സമയദൈർഘ്യം എന്ന് പറയുന്നത് 2 മണിക്കൂർ 45 മിനിറ്റ് ആണ് എന്നുള്ള അപ്ഡേറ്റ്സുകളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചിത്രത്തിൽ ഉലകനായകന് പുറമെ സിലംബരസൻ, നമ്മുടെ ജോജു ജോർജ്, അതുപോലെ തൃഷ, അഭിരാമി, ഐശ്വര്യ ലക്ഷ്മി, നാസർ, അശോക് സെൽവൻ, താന്യ മൽഹോത്ര, വയ്യാപുരി എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി ഈ ചിത്രത്തിൽ എത്തുന്നുണ്ട്. തഗ് ലൈഫ് എന്ന ഈ ചിത്രം കേരളത്തിൽ റിലീസിന് എത്തിക്കുന്നത് ഗോകുലം മൂവീസിന്റെ ബാനറാണ്. ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് AR റഹ്മാനാണ്. അപ്പോ വമ്പൻ ബഡ്ജറ്റിൽ ഒരുങ്ങി പ്രേക്ഷകർക്കിടയിലേക്ക് എത്തുന്ന തഗ് ലൈഫിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുകൾ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും. അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ദ്രൻ സേട്ടനും അതുപോലെ മധുബാലയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ചിന്ന ചിന്ന ആസെ എന്ന ചിത്രത്തിനെ കുറിച്ച്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. വൻ വിജയം കരസ്ഥമാക്കിയ റോജ എന്ന ചിത്രം റിലീസ് ചെയ്തിട്ട് ഏകദേശം 35 വർഷത്തോളം ആകുന്നു. ആ ചിത്രത്തിലെ ചിന്ന ചിന്ന ആസൈ എന്ന ഗാനത്തിലെ ആദ്യത്തെ വരികളാണ് ഈ ചിത്രത്തിന്റെ പേരായിട്ട് വന്നിട്ടുള്ളത്. ഒരിടവേളയ്ക്ക് ശേഷം മധുബാല മലയാളത്തിൽ ഒരു കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ചിത്രം കൂടിയാണ് ചിന്ന ചിന്ന ആസൈ. വാരണാസിയിലാണ് ഈ ചിത്രം പൂർണ്ണമായിട്ടും ചിത്രീകരിച്ചിട്ടുള്ളത്. ബാബുജി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അഭിജിത്ത് ബാബുജിയാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിക്കുന്നത് വർഷ വാസുദേവാണ്. ഗോവിന്ദ് വസന്തയാണ് ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. അപ്പോ എന്തായിരുന്നാലും ഈ ചിത്രത്തിന്റെയും കൂടുതൽ അപ്ഡേറ്റ്സുകൾ വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോ കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.